നമുക്ക് ദീപക് മോഹനിലേക്ക് പോകാം. സിദ്ദിഖിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് ശേഷം രാജിക്കത്തിന്റെ പകർപ്പാണ് അദ്ദേഹം അയച്ചു തന്നത്. ദീർഘമായ പ്രതികരണം പിന്നീടെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. സിദ്ദിഖ് ഇപ്പോൾ ഊട്ടിയിലെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടലിന് മുന്നിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ? സിദ്ദിഖ് പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഇന്നലെ ഇവിടെ ഊട്ടിയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നടൻ സിദ്ദിഖ് താമസിക്കുന്ന ജെം പാർക്ക് എന്ന ഊട്ടിയിലെ ഹോട്ടലിന് മുൻപിലാണ്. ഇന്നലെ കർണാടക ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ഗാർഡൻ ഉണ്ട് ഇവിടെ. അവിടെയായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. മിനിഞ്ഞാന്നും ഇവിടെ തന്നെയായിരുന്നു. എന്നാൽ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് ഇന്ന് ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. നേരത്തെ നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചിരുന്നു. ആ സമയത്താണ് ഇന്നലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഷൂട്ടിംഗ് ഇവിടെ ഇല്ല എന്നറിഞ്ഞത്. നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട താരങ്ങളെല്ലാം തന്നെ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ജെം പാർക്ക് ഊട്ടി. ഊട്ടിയിലെ തന്നെ സിനിമ ഷൂട്ടിംഗിനായി എത്തുന്ന ആളുകളെല്ലാം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നമ്മൾ ഹോട്ടൽ അധികൃതരുമായി സംസാരിച്ച സമയത്തും അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നടൻ സിദ്ദിഖ് അടക്കം ഇവിടെ താമസിച്ചിരുന്നു എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് അറിഞ്ഞത്. ഏതായാലും നമ്മൾ സിദ്ദിഖിന്റെ പ്രതികരണം തേടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ രാജിക്കത്ത് പുറത്തു വന്ന സമയത്ത് സിദ്ദിഖിന്റെ പ്രതികരണത്തിനായി ശ്രമിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ലഭ്യമായിരുന്നില്ല. ഏതായാലും ഊട്ടിയിലെ ഈ ജെം പാർക്ക് എന്ന ഹോട്ടലിലാണ് സിദ്ദിഖ് താമസിക്കുന്നത് എന്നാണ് മനസ്സിലായത്. നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം ഊട്ടിയിലുണ്ടെന്ന് അറിഞ്ഞത്. ഏതായാലും നമ്മളിവിടെ എത്തിയ സമയത്ത് ഇപ്പോൾ നിലവിൽ ഈ മലയാള സിനിമാ പ്രവർത്തകർ ആരും തന്നെ ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഹോട്ടൽ അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഊട്ടിയിൽ മറ്റെവിടെയെങ്കിലും ആണോ ഈ ഷൂട്ടിംഗ് സംഘം ഉള്ളത് എന്നതും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഷൂട്ടിങ്ങിനാണ് ഊട്ടിയിലെത്തിയത്. 3 ദിവസമായി ഊട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും കർണാടക ഫ്ലവർ ഗാർഡൻ ഹോർട്ടിക്കൾച്ചറിന്റെ ഈ ഗാർഡനിലായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഇന്നലെയും ഇവർ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സുജയ. ഓക്കെ, ദീപക് മോഹന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സിദ്ദിഖ് അവിടെ ഉണ്ടോ എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ഇന്നതായാലും സിനിമയുടെ ചിത്രീകരണം അവിടെ നടക്കുന്നില്ല. ആ ഗാർഡനിലായിരുന്നു ചിത്രീകരണം.